ഹായ് ഗായ്സ്, നമ്മൾ നാഗരയിലുള്ളത് താജ്മഹൽ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റ് ഗേറ്റ് വഴിയാണ് ഉള്ളിലോട്ട് കയറിയത്. വെസ്റ്റ് ഗേറ്റ് വഴി കയറി താജ്മഹലിൻ്റെ ഒരു എൻട്രി ഉണ്ട്, ഗ്രേറ്റ് ഗേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ദർവാസ ഇ റബ്സ എന്ന് പറയും. 1632 6 കൊല്ലം കൊണ്ടാണ് ഈ താജ്മഹൽ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗേറ്റായിട്ട് ഉണ്ടാക്കിയ ഗ്രേറ്റ് ഗേറ്റ് ഉണ്ട്, അതുവഴി നമ്മൾ കയറുകയാണ്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ, ആ ഗേറ്റിൻ്റെ ഒരു പകുതി, ആ ഗേറ്റ് കൊണ്ട് കയറി കഴിഞ്ഞാൽ പകുതി ആകുമ്പോൾ താജ്മഹലിൻ്റെ ഒരു വ്യൂ കൊണ്ട് കിട്ടാണ്ടായോ. ആ വ്യൂ അത് ലോകത്തിന് ഏത് മോണ്യുമെൻ്റ് ആണെങ്കിലും അന്നത്തെ ഒരു ആർക്കിടെക്ചർ, ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മളെവിടെയും കാണാൻ കിട്ടില്ല. അതാണ് താജ്മഹലിൻ്റെ മെയിൻ ഒരു പ്രത്യേകത തന്നെ. ആ ഒരു വ്യൂ ഉണ്ടല്ലോ. ഞാൻ രാവിലെ 8 മണിക്കാണ് പോകുന്നത്. അപ്പോഴും അവിടുത്തെ ക്രൗഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ സാറ്റർഡേ ആണ് നമ്മൾ പോയത്. സാറ്റർഡേ, ഫ്രൈഡേ ലീവാണ്. അപ്പോൾ സാറ്റർഡേ ആണ് പോയത്. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന ക്രൗഡ്, അതിൻ്റെ ഇടയിൽ ഈ ഒരു വ്യൂ, ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് താജ്മഹൽ. അങ്ങനെ നമ്മൾ ഈ ഗ്രേറ്റ് ഗേറ്റ് കഴിഞ്ഞ് താജ്മഹലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, യമുന നദിയുടെ തീരത്ത് മാർബിൾ കൊണ്ടുണ്ടാക്കിയ തൂവെള്ള പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു മോണ്യുമെൻ്റാണ് താജ്മഹൽ എന്നത്. ബാക്കിയുള്ളത് ചുറ്റുള്ള കംപ്ലീറ്റ് മോണ്യുമെൻറ്റ്സും റെഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, 42 ഏക്കറിലാണ് ഈ താജ്മഹൽ ഉള്ളത്. ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ നടന്നു പോകുമ്പോഴാണ് റിഫ്ലക്റ്റിംഗ് പൂൾ എന്ന് പറയും, പിന്നെ അതേമാതിരി മാർബിൾ ബെഞ്ച്, റിഫ്ലക്റ്റിംഗ് പൂൾ, ഇതൊക്കെ നമുക്ക് ഫോട്ടോ സെഷനുള്ള, അതായത് താജ്മഹലിൻ്റെ ഏറ്റവും അടിപൊളി വ്യൂ. അതായത് ഒരു വൈഡ് ഏരിയയാണ്, ഫുള്ള് ലോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ലോൺ ഏരിയ, ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ളൊരു വൈഡ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ താജ്മഹലിലോട്ട് കയറുക. താജ്മഹലിലോട്ട് കയറുമ്പോൾ നമുക്ക് ചെരുപ്പോ ഷൂ ഇട്ടിട്ട് കയറാൻ പറ്റില്ല. നമുക്ക് അവിടുന്ന് സോക്സ് കിട്ടും, അതല്ലെങ്കിൽ കവേഴ്സ് കിട്ടും, കാലിട്ടിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ. ഉള്ളിലോട്ട് കയറുമ്പോൾ ഫോട്ടോസ് ക്യാമറ നോട്ട് അലൗഡ്. പക്ഷേ നമ്മൾ നൈസായിട്ട് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തു. അതായത് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷാജഹാൻ്റെ മുംതാസിൻ്റെ ടോംബ്. കാരണം ഉള്ളിൽ ഫോട്ടോ അലൗഡ് അല്ല. പിന്നെ ഉള്ളിലുള്ള സ്കൾപ്ചേഴ്സ് അടിപൊളിയാണ്, നല്ല അറബിക് സ്റ്റൈലിൽ നല്ല അടിപൊളി. നമ്മുടെ ഉസ്താദ് അഹമ്മദ് ലഹരി ഉണ്ടാക്കിയ അവരുടെ കഴിവ് അതിൽ പ്രകടമായിട്ട് കാണുന്നത്. അത് 1600-കളിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് ഉണ്ടാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാജഹാൻ്റെ, അതായത് 5ാമത്തെ മുഗൾ എംപയറാണ് ഷാജഹാൻ. ഈ ഷാജഹാൻ്റെ 3rd വൈഫാണ് മുംതാസ്. അവർ മരണപ്പെട്ട അവരുടെ ഖബറായിട്ട് ഉണ്ടാക്കിയതാണ് ഈ താജ്മഹൽ. അപ്പോൾ അതിൻ്റേതായ അറബിക് സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ആക്ച്വലി ഈ താജ്മഹൽ ഉണ്ടാകുന്ന സമയത്ത് ഷാജഹാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഷാജഹാൻ ഇരിക്കാനും വിശ്രമിക്കാനും പരിവാരങ്ങൾക്ക് ചുറ്റും റെഡ് സ്റ്റോൺ കൊണ്ട് ഒരുപാട് മോണ്യുമെൻറ്റ്സ്, ഗസ്റ്റ് ഹൗസ് പോലത്തെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഓരോ അതോറിറ്റീസ് ഉണ്ട്, ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതോറിറ്റീസ് ഉണ്ട്. എല്ലാം റെഡ് സ്റ്റോൺ കൊണ്ട് അന്നത്തെ മുഗൾ എംപയറിൻ്റെ ഏറ്റവും അടിപൊളി ഒരു കലാവിരുതാണ് നമുക്കിവിടെ. പിന്നെ മോസ്ക് ഉണ്ട്. അതേമാതിരി ഇപ്പോഴും പൊതുജനങ്ങൾക്ക് ഇപ്പോഴും പോകാൻ പറ്റും മോസ്കിൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ ഇന്ത്യാസ് ക്ലാസിക് വണ്ടറായ, വേൾഡിലെ 7th വണ്ടറായ താജ്മഹൽ എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് പ്ലേസാണ്.